Hi friends, welcome back to my channel Easy English Grammar. In this class we are going to discuss personal pronouns part 2. We have already discussed first person, that is I and B. Now we are going to discuss you, the second person. The second person pronoun means the person who is spoken to or the persons who are spoken to. അപ്പോൾ നമ്മൾ വിശദീകരിക്കുന്നത് പേഴ്സണൽ പ്രോനൗൺ അതിൽ യു ആണ്. യു. അപ്പോൾ യു ഈസ് ദ നോമിനേറ്റീവ് കേസ്. യു സിംഗുലർ ആൻഡ് പ്ലൂറൽ ആർ ദ സെയിം ഫോം. അപ്പോൾ യു എന്നത് സിംഗുലറും അതുപോലെ തന്നെ പ്ലൂറലും ഒരേ ഫോമാണ്. യു പ്ലൂറൽ ഈസ് ഓൾസോ യു. അപ്പോൾ യു possessive form is your and yours. Objective case is you. And reflexive singular yourself, plural yourselves. അവിടെ മാത്രം സിംഗുലർ പ്ലൂറൽ വ്യത്യാസം വരുന്നുണ്ട്. യുവർ സെൽഫ് ആണ് ഒരാൾ പറയുമ്പോൾ, ഒന്നിലധികം ഉണ്ടെങ്കിൽ യുവർ സെൽഫ്സ്. അപ്പോൾ യു, യുവർ, യുവേഴ്സ്, യു, യുവർ സെൽഫ് ഓർ യുവർ സെൽഫ്സ്. ലെറ്റ് us look at the example of these pronouns. You. For you are a student. You are a student. You are students. For you are a student, singular ആണ്. A student is singular. But we must add are with you. ഇപ്പോൾ സിംഗുലർ ആകുമ്പോൾ you is a student എന്ന് പറയില്ല. You are a student. ഇപ്പോൾ പ്ലൂറൽ ആകുമ്പോൾ you are students. Next possessive form is yours. Your. This is your pen. This is your pen. Is this your pen? This is your pen. This pen is yours. This pen is yours. I will call you back. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ യു തന്നെയാണ്. I will call you back. I will call you back. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. I will call you back. So here we have the second person pronoun you. The second person pronoun is the person who is spoken to or who are spoken to. അപ്പോൾ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവരെ നമ്മൾ യു എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അത് കൊണ്ട് യു ആണ് സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺ. നമ്മൾ ഇമ്പരറ്റീവ് സെൻറ്റൻസുകളിൽ ഓപ്പൺ ദ ഡോർ, ക്ലോസ് ദ വിൻഡോ, റീഡ് ദ ബുക്ക്, ആ സെൻറ്റൻസുകൾ സബ്ജക്റ്റ് പറയാറില്ല. പക്ഷേങ്കിൽ അവിടെ സബ്ജക്റ്റ് ഹിഡൻ ആയിട്ടുണ്ട്. ഇപ്പോൾ യു ആണ് സബ്ജക്റ്റ്. ഇപ്പോൾ യു ഓപ്പൺ ദ ഡോർ. അപ്പോൾ ഒരു ആളോട് നമ്മൾ കൽപ്പിക്കുകയാണ്. ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആസ്ക് സംബഡി ടു ഡു സംതിങ്. ഒരാളോട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ ആ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് യു ആണ്. പക്ഷെ നമ്മൾ ഓഫൺ ഇറ്റ് ഈസ് നോട്ട് സ്പോക്കൺ ഓർ റിട്ടൺ. അത് എഴുതാറില്ല, അതുപോലെ പറയാറില്ല. ഇനി ഇഫ് യു വാണ്ട് ടു എംഫസൈസ് ദ പോയിന്റ് വി മസ്റ്റ് യൂസ് യു. അപ്പോൾ നമുക്കതിന് ഏതെങ്കിലും പോയിന്റ് എംഫസ്, ഇപ്പോൾ യു ഗെറ്റ് ഔട്ട്, ഇപ്പോൾ യു റീഡ് ദ ബുക്ക്, ഒരു പേഴ്സണെ ചൂണ്ടി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളോട് വ്യക്തമായിട്ട് അല്ലെങ്കിൽ എംഫസൈസ് ഊന്നി പറയുകയാണെങ്കിൽ വി യൂസ് യു ബിഫോർ ദ വേർബ്. വെർബിന് മുമ്പായിട്ട് യു ഉപയോഗിക്കുന്നത്. Now let us look at the third person pronoun. Third person pronoun, the person who is spoken about or the persons who are spoken about. That is third person. The third person pronouns he, she, it are singular forms. He, she, it. And the plural form of these pronouns is they. So he, his, him, himself. അപ്പോൾ ഹിസ് എന്നുള്ളൊരു ഫോമാണല്ലോ പൊസസീവ്. ഹിസ് എന്ന് പറയില്ല, JSS പറയില്ല, ഹിസ്. ദെൻ ഷീ, ഹർ, ഹേഴ്സ്. ഒബ്ജക്റ്റീവ് ഫോം ഹർ, റിഫ്ലെക്സീവ് ഫോം ഹെർ സെൽഫ്. ഇറ്റ്, ഇറ്റ്സ്. വി മസ്റ്റ് ബി കെയർഫുൾ വെൻ റൈറ്റിംഗ് ഇറ്റ്സ്. ഇറ്റ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എന്നാണ് അത് വായിക്കുക, ഇറ്റ്സ് എന്ന് വായിക്കില്ല. അപ്പോൾ പലരും കമ്മിറ്റ് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഇറ്റ്സ് എഴുതുമ്പോൾ ടിക്ക് ശേഷം അപ്പോസ്ട്രോഫി കൊടുക്കും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എന്നാണ് അത് വായിക്കുക. അത് അതിൻ്റെ ശേഷം വരുന്ന വേർഡിനനുസരിച്ചായിരിക്കും വായിക്കുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഹാസ് എന്നാണ് വായിക്കുക, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എന്ന് വായിക്കും. അതുകൊണ്ട് ഇറ്റ്സ് എന്നത് ഒരിക്കലും വായിക്കില്ല. ഇറ്റ്സിന് ഒരിക്കലും അപ്പോസ്ട്രോഫി പാടില്ല. ഇറ്റ്സ് ITS എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫോം ഇറ്റ്, റിഫ്ലെക്സീവ് ഇറ്റ് സെൽഫ്. പ്ലൂറൽ ഫോം ഈസ് ദേ. ഇപ്പോൾ ഹി, ഷീ, ഇറ്റ് അതിൻ്റെയൊക്കെ പ്ലൂറൽ ഫോം ദേ ആണ്. ഹി പ്ലസ് ഹി ദേ ആണ്. ഹി പ്ലസ് ഷീ ദേ ആണ്. ഷീ പ്ലസ് ഷീ ദേ ആണ്. ഷീ പ്ലസ് ഇറ്റ്
ദേ ആണ്, ഇറ്റ് പ്ലസ് ഇറ്റ് ദേ ആണ്. അപ്പോൾ ഇതിൽ ഏത് കൂടിയാലും അതിന് ഒന്ന് രണ്ട് പേഴ്സൺ ആകുമ്പോൾ അത് പ്ലൂറൽ ദേ, അവർ, അവൻ, അവർ, അവ എന്നൊക്കെയാണ് വരിക. അപ്പോൾ ദേ, their, theirs, them, themselves. They is the nominative case. They, nominative case. Their and theirs, possessive form. Them is the objective form. Themselves, plural. Reflexive, plural form. He, അവൻ, അദ്ദേഹം എന്നൊക്കെ പറയും. നമ്മൾ മലയാളത്തിലൊക്കെ അവൻ എന്ന് പറയും, കൂടുതൽ നമ്മൾ അവർ, അദ്ദേഹം എന്നൊക്കെ പറയും. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിനൊക്കെ ഒറ്റ വേർഡ് മാത്രമേ, ഹി ആകുമ്പോൾ നമ്മൾ ചെറിയവർക്കും വലിയവർക്കൊക്കെ ഹി തന്നെയാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഷീ ഫെമിനൈനാണ്, പെൺകുട്ടികൾ അല്ലെങ്കിൽ ലേഡീസിന് ഫെമിനൈൻ ജെൻഡറാണ്. അപ്പോൾ ഷീ അവൾ അല്ലെങ്കിൽ അവർ എന്നൊക്കെ പറയും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഫെമിനൈൻ ജെൻഡർ. ഷീ, ഹർ, ഹേഴ്സ്, ഹെർസെൽഫ്. ഇറ്റ് അത് ഇത് എന്നൊക്കെയുള്ള ഉപയോഗിക്കുക. ഇപ്പോൾ ഇറ്റ് ഈസ് എ കാറ്റ്, ഇറ്റ് ഈസ് എ ബേബി എന്നൊക്കെയുള്ള വാക്കിൽ ഉപയോഗിക്കുന്ന വേർഡാണ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലൂറലാണ് ദേ എന്ന് വരുന്നത്. ദേ, അവർ, അവ എന്ന അർത്ഥത്തിൽ വരുന്ന പ്ലൂറൽ വേർഡാണ് ദേ. ഹി ഈസ് എ സോൾജിയർ. ദിസ് ഈസ് ഹിസ് ബാഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദിസ് ഈസ് ഹിസ് ബാഗ്. ഐ സോ ഹിം യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ അയാളെ കണ്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടു, അല്ലെങ്കിൽ അവനെ കണ്ടു. I saw him yesterday. But he is a soldier. ഇവിടെ നോമിനേറ്റീവ് കേസ് ആണ് he. This is his bag. അത് അദ്ദേഹത്തിൻ്റെ ബാഗാണ്. I saw him yesterday. Next, she. She is the feminine form of he. But she is a nurse. This is her bag. She is a nurse. അവൾ ഒരു നേഴ്സാണ്, അല്ലെങ്കിൽ അവർ ഒരു നേഴ്സാണ്. ദിസ് ഈസ് ഹർ ബാഗ്. ഇത് അവളുടെ അല്ലെങ്കിൽ അവരുടെ ബാഗാണ്. ദിസ് ഈസ് ഹർ ബാഗ്. ദിസ് ബാഗ് ഈസ് ഹേഴ്സ്. ഈ ബാഗ് അവരുടേതാണ്. ദിസ് ബാഗ് ഈസ് ഹേഴ്സ്. I met her 2 days ago. Objective form. I met her 2 days ago. 2 ദിവസം മുൻപ് ഞാൻ അവളെ കണ്ടു, അല്ലെങ്കിൽ അവരെ കണ്ടു. അപ്പോൾ she is the nominative case. She is a nurse. This is her bag. Possessive case. And this is also possessive. The bag is hers. The objective form. I met her 2 days ago. Next we are going to discuss it. He, she, it. It is singular. It is a cat. That's a nominative case. Its color is white. ഇറ്റ്സിന് ശേഷം അപ്പോസ്ട്രോഫി പാടില്ല, ടിക്ക് ശേഷം അപ്പോസ്ട്രോഫി പാടില്ല. ഇറ്റ്സ് കളർ ഈസ് വൈറ്റ്. അതിൻ്റെ നിറം വെള്ളയാണ്. ഐ ബോട്ട് ഇറ്റ് ലാസ്റ്റ് ഇയർ. ഒബ്ജക്റ്റീവ് ഫോം. ഐ ബോട്ട് ഇറ്റ് ലാസ്റ്റ് ഇയർ. ഞാൻ അതിനെ കഴിഞ്ഞ വർഷമാണ് വാങ്ങിയത്. ഇറ്റ് ഈസ് എ ക്യാറ്റ്. ഇറ്റ്സ് കളർ ഈസ് വൈറ്റ്. ഐ ബോട്ട് ഇറ്റ് ലാസ്റ്റ് ഇയർ. അപ്പോൾ ദിസ് ഈസ് പേഴ്സണൽ പ്രോനൗൺ. ഇറ്റ് ഇവിടെ ഇറ്റ് ഈസ് റെയിനിങ്. ഇൻ ദിസ് സെന്റൻസ് ഇറ്റ് ഈസ് ഇംപേഴ്സണൽ പ്രോനൗൺ. അവിടെ അത് പേഴ്സണൽ പ്രോനൗൺ അല്ല, ഇറ്റ് ഈസ് ഇംപേഴ്സണൽ പ്രോനൗൺ. ഇൻ ഇറ്റ് ഈസ് റെയിനിങ്. ദ സെന്റൻസ് ഇറ്റ് ഈസ് റെയിനിങ്. ഇറ്റ് ഈസ് നോട്ട് പേഴ്സണൽ പ്രോനൗൺ, ബട്ട് ഇറ്റ് ഈസ് ഇംപേഴ്സണൽ പ്രോനൗൺ. ദാറ്റ്സ് എ ഡിഫറൻസ് ഇൻ ഇറ്റ്. ഇറ്റിൽ വരുന്നൊരു ഡിഫറൻസ് ആണ്. ഇപ്പോൾ പ്രോനൗൺസിൽ ചില ഡിഫറൻസുകൾ വരുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോനൗണാണ് ഇറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഓൾസോ ആസ് ഇംപേഴ്സണൽ. അപ്പോൾ പേഴ്സണൽ പ്രോനൗൺ പെട്ടതാണ് ഇറ്റ്. പക്ഷേ ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് impersonal pronoun as in it is raining. Here it is not a personal pronoun, but it is a impersonal pronoun. Next, they. അപ്പോൾ they plural ആണ്. ഹിയുടെ, ഷിയുടെ, ഇറ്റിൻ്റെ പ്ലൂറൽ ആയിട്ടുള്ള ഫോമാണ് they. അപ്പോൾ they are workers. അവർ വർക്കേഴ്സ് ആണ്. These are their clothes. Their അവരുടെ. These dresses are theirs. ഇത് അവരുടെ ഡ്രസ്സുകളാണ്. These dresses are theirs. We saw them working. അവർ ജോലി ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. We saw them working.
they are workers. So these are common for masculine and feminine gender. So she refers to feminine gender and he refers to masculine gender. But they refers to both these genders. It's common for all. ഇപ്പം മാസ്കുലിൻ ആവാം, ഫെമിനൈൻ ആവാം, എല്ലാ ന്യൂട്രലും ആവാം, എല്ലാം ഉൾപ്പെടെയാണ് ദേ പറയുന്നത്. ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാർക്കും ദേ ഉപയോഗിക്കും, മനുഷ്യന്മാരല്ലാത്ത ഇനാനിമേറ്റ് ഒബ്ജക്ട്. ദേ ആർ ബുക്സ്, ദേ ആർ ഫോട്ടോസ്, ദേ ആർ ക്യാമറാസ്, ദേ ആർ കമ്പ്യൂട്ടേഴ്സ്, ദേ ആർ ക്യാറ്റ്സ്, ദേ ആർ ലയൺസ്, they are elephants, they are women, they are men, they are human beings. The plural form, they can be used for all genders, whether masculine or feminine or neutral. ഏത് ജെൻഡറിനെ സൂചിപ്പിക്കാൻ ഈ പ്രൊനൗൺസ് ദേ ഉപയോഗിക്കാം. ഇൻ പ്ലൂറൽ അപ്പോൾ അതിൻ്റെ സിംഗുലർ ഫോം മാസ്കുലിൻ വരുമ്പോൾ ഹി, ഫെമിനിൻ വരുമ്പോൾ ഷീ, ന്യൂട്രൽ വരുമ്പോൾ ഇറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലൂറലാണ് ദേ വരുന്നത്. ഡിയർ ലേണേഴ്സ്, ഫോർ ടൈമിംഗ് ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ഷെയർ മൈ ചാനൽ.